ഹലോ നമസ്കാരം. പുതിയൊരു കഥയിലേക്ക് സ്വാഗതം. ഇന്നലെ രാവിലെ മുതൽ ആക്ക എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു, ഉറങ്ങുന്നത് വരെ. ആക്ക എന്നെല്ലാവരും വിളിച്ചിരുന്ന അവൻ്റെ ശരിക്കുള്ള പേര് നിയാസ് എന്നായിരുന്നു. കോഴിക്കോട്ടുകാരൻ, ചിലപ്പോൾ അതാവും അവൻ്റെ ചെല്ലപ്പേര്. നെറ്റിയിലേക്ക് വീണ് കിടന്നിരുന്ന കോലൻ മുടിയും പുഞ്ചിരിക്കുന്ന മുഖവും നെഞ്ചു വിരിച്ച് കൈകൾ വീശിയുള്ള നടത്തവും. ഒരേ സ്ഥാപനത്തിലായിരുന്നു ഞങ്ങൾ ജോലി ചെയ്തിരുന്നത്. ആക്കയെ നൈറ്റ് ഡ്യൂട്ടിക്ക് പോകാൻ ഉറക്കത്തിൽ നിന്നും വിളിച്ചിരുന്നത് ഞാനായിരുന്നു. തീരെ ഉറക്കമുണരാത്ത അവൻ രണ്ടടിയും കിട്ടി. മുഴുത്ത തെറിയും കേട്ടാലേ എഴുന്നേക്കൂ. പിന്നെ വിളിച്ച തെറി മുഴുവൻ എന്നെ തിരിച്ചു വിളിച്ച് ബ്രഷും പേസ്റ്റും എടുത്ത് ബാത്റൂമിലേക്ക് നടക്കും. ഞാൻ നേരെ കട്ടിലേക്ക് ചായും. വാട്സപ്പിലായിരുന്നു അന്ന്, ഫേസ്ബുക്ക്. അതുകൊണ്ട് വേഗം ഉറങ്ങിയിരുന്നു. ആക്ക ആരോടും ദേഷ്യപ്പെടുന്നത് ഞാൻ കണ്ടിട്ടില്ല. 6 മാസക്കാലം മാത്രമായിരുന്നു ഞങ്ങളുടെ സൗഹൃദ ബന്ധം. പലരും അവനോട് ദേഷ്യപ്പെട്ട കൈ രണ്ടും കൊട്ടിച്ച് നോക്കി നിന്ന് ചിരിക്കും. നിനക്ക് തിരിച്ചും പറഞ്ഞൂടെ എന്ന് ചോദിച്ചാൽ ഇങ്ങനെ പറയും, എന്തിനാണ് നമ്മൾ അവരെ സങ്കടപ്പെടുത്തുന്നത്? ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ മരിച്ചു പോകേണ്ടവരല്ലേ. പള്ളിയിൽ ബാങ്ക് വിളിച്ചാൽ പിന്നെ അയാളെ കാണില്ല, നിസ്കരിക്കാൻ പോയിട്ടുണ്ടാവും. ആക്ക ഒരു ദിവസം എന്നോട് ചോദിച്ചു, നിനക്കെൻ്റെ മോളെ കാണണ്ടേ? മൊബൈലിൽ ഒരു സുന്ദരി കുട്ടിയുടെ ചിത്രം തെളിഞ്ഞു. ഇതാണ് എൻ്റെ മോള് നദ. കുഞ്ഞുടുപ്പൊക്കെ ഇട്ട് ഒരു സുന്ദരി കുട്ടി. അന്നൊരു വയസ്സായിട്ടില്ലായിരുന്നു. മാസങ്ങൾ കഴിയുന്തോറും ഞങ്ങൾ ഒരുപാട് അടുത്തു. ഒരു നാൾ ഞാൻ നാട്ടിലേക്ക് പുറപ്പെടുമ്പോൾ ആക്കയോട് പറഞ്ഞു, നാട്ടിൽ പോയാൽ വിളിക്കാം, നീ തിരിച്ചും വിളിക്കണം. അവൻ സന്തോഷത്തോടെ സമ്മതിച്ചു. ഞാൻ നാട്ടിലെത്തിയ ശേഷം ഒരു തവണ വിളിച്ചു. അവൻ തിരിച്ചു. അന്ന് എൻ്റെ തമാശകൾ കേട്ട് അവൻ പൊട്ടിച്ചിരിച്ചു. പിന്നീട് ഒരു മാസത്തിന് ശേഷം ഞാൻ വീണ്ടും വിളിച്ചു. ഖത്തറിൽ റിങ് ചെയ്യുന്നില്ല, മൊബൈൽ ഓഫാണ്. 6 മാസത്തിന് ശേഷം ഞാൻ ഖത്തറിൽ തിരിച്ചെത്തി. ഒന്ന് സെറ്റായ ശേഷം ആക്കയെ വിളിച്ചു. ഫോണ് സ്വിച്ച്ഡ് ഓഫ് പറയുന്നു. ഞങ്ങൾ ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിലേക്ക് വിളിച്ചു. നിയാസിനെ വേണം. ഏത് നിയാസ്? ആക്ക. ഓ ആക്ക, അവൻ പോയി എന്ന് വെച്ചാൽ പോയി, നമ്മളൊക്കെ പോകേണ്ടിടത്തേക്ക് പോയി. അതായിരുന്നു മറുപടി. ആക്ക മരിച്ചു. ഞാൻ കുറേ നേരം അനങ്ങാൻ പറ്റാതെ നിന്നു. പിറ്റേന്ന് ബസ് കയറി പ്രസ്തുത സ്ഥാപനത്തിനടുത്ത് വേറൊരാളെ പോയി കണ്ടു. കാരണം ആക്കയുടെ മരണത്തിൻ്റെ ദൃക്സാക്ഷിയായിരുന്നു അയാൾ. അയാൾ പറഞ്ഞ കഥ കേട്ട് ഞാൻ ഞെട്ടിത്തെറിച്ചിരുന്നു പോയി. ഇയാൾ കമ്പനിയിലെ ഒരു ഡ്രൈവറായിരുന്നു. പുലർച്ചെ 3 മണിക്ക് എഴുന്നേറ്റ് പോകേണ്ടതിനാൽ വില്ലയ്ക്ക് പുറത്തുനിന്നും പല്ല് തേക്കുന്ന സമയം തൊട്ടടുത്ത ബിൽഡിങ്ങിൻ്റെ 4ാം നിലയിൽ നിഴലനക്കം. അയാൾ സൂക്ഷിച്ചു നോക്കി. ആ ആൾ രൂപം സാവധാനം നടന്നു വന്ന് താഴേക്ക് നോക്കുന്നു. കുറേ നേരം നോക്കി നിന്നപ്പോൾ ഭയം തോന്നിക്കാണണം. രൂപം പുറംതിരിഞ്ഞു നിന്നു. പിന്നെ ഒരു നിമിഷം താഴേക്ക് മലക്കം മറിഞ്ഞു. പിന്നെ വായുവിൽ ചുരമാന്തി താഴേക്ക് വലിയ ശബ്ദത്തോടെ നിലത്ത് വീണു. ആളുകൾ ഓടിക്കൂടി. രക്തത്തിൽ കുളിച്ച് അനക്കമില്ലാതെ കിടന്നിരുന്നത് നിയാസ് എന്ന ആക്കയായിരുന്നു. എപ്പോഴും നദയെക്കുറിച്ച് പറയാറുണ്ടായിരുന്ന ആക്ക അവളില്ലാത്ത ലോകത്തേക്ക് മെല്ലെ മെല്ലെ പോയി കളഞ്ഞിരിക്കുന്നു. ആക്ക എന്തിനത് ചെയ്തു എന്ന് ഞാൻ അന്വേഷിച്ചില്ല. കാരണം ജോലിസ്ഥലത്തെ മാനസിക പീഡനമായിരിക്കാം എന്ന് വിശ്വസിക്കാനായിരുന്നു എനിക്കിഷ്ടം. ഞങ്ങൾ താമസിച്ചിരുന്ന മുറിയിൽ ഞാൻ കടന്നു ചെന്നു. അവിടെ ആക്കയുടെ കട്ടിൽ കിടപ്പുണ്ട്. അവൻ്റെ തലയണയും. ഞാൻ ആ തലയണ കെട്ടിപ്പിടിച്ച് നിന്നു. ആക്കയുടെ ഗന്ധം നിറഞ്ഞു നിന്നിരുന്ന ആ മുറിയോട് യാത്ര പറഞ്ഞ് ഞാൻ പുറത്തേക്കിറങ്ങി. പിന്നീട് ഞാൻ അങ്ങോട്ട് പോയിട്ടേ ഇല്ല. ആക്കയില്ലാതെ പിന്നെ ഞാൻ എന്തിനു പോകണം? പ്രിയരെ, നമ്മുടെ കഥ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കേട്ടോ. വീണ്ടും പുതിയൊരു കഥയായിട്ട് നമുക്ക് കാണാം.